നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ബികോമിന് പഠിക്കുവാനുള്ള ഹിന്ദി ഭാഗം. ബികോമിന് ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് ഹിന്ദി പഠിക്കുവാനായിട്ട് ഉള്ളത്. അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്തവർക്ക്. അപ്പം അതിൽ ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്ററുകളാണ് ഉള്ളത് ഹിന്ദിക്ക്. അപ്പോൾ അതിലെ ഒന്നാമത്തെ സെമസ്റ്റർ ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ സെമസ്റ്ററിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സാഹിത്യസാഗർ എന്ന പുസ്തകത്തിൽ 6 പാഠങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ സഞ്ചാർ മീഡിയ ഏവം വ്യവഹാരിക് പത്രലേഖൻ, അതിൽ 4 പാഠങ്ങൾ ഉണ്ട്. ഇത്രയുമാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത്. ഈ ഫസ്റ്റ് സെമസ്റ്റർ ഉള്ളതിനെ തന്നെ 4 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലെ ഓരോ ഭാഗങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയാം. അതിലെ ഒന്നാമത്തെ ഭാഗം ഒരു നിബന്ധമാണ്. നെഹ്റു കാ രാസ്ത, മാധവ് ഹാഡ എഴുതിയ ഒരു നിബന്ധം. അതിനുശേഷം ജൂഠൻ എന്ന് പറയുന്ന ഒരു ആത്മകഥയാണ് ഓം പ്രകാശ് വാൽമീകി എഴുതിയത്. പിന്നീട് വരുന്ന ഒരു വ്യംഗ്യലേഖ, അത് ചൂഹ ഓർമ്മ, അതെഴുതിയത് ഹരിശങ്കർ പ്രസായി. പിന്നീട് വരുന്ന അഗ്നിക്ക് ഉടാൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ്, അതിലെ ഒരു ഭാഗം. പിന്നീട് വന്ന ആസ്ഥ ഓർ രോമാഞ്ച് കി യാത്ര, പവൻ ചൗഹാലിന്റെ ഒരു സംസ്മരൺ. ഇനി അവസാനമായി വരുന്നത് ഗൗരി കാ ഗുസ്സ എന്ന് പറയുന്ന ഒരു കഹാനി, അത് സ്വയം പ്രകാശ് എഴുതിയതാണ്. അങ്ങനെ 6 പാഠമാണ് ഉള്ളത്, അതായത് ഈ സെമസ്റ്ററിലുള്ളത്, ഒന്നാമത്തെ സെമസ്റ്ററിൽ. അതുപോലെ തന്നെ സഞ്ചാർ മീഡിയ ഏവം വ്യവഹാരിക് പത്രലേഖൻ എന്നതിൽ 4 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ദർശകോം കോ അബ് ഭി അച്ഛേ സിനിമ കി തലാഷ്, ഓംപുരി എഴുതി. അതുപോലെ തന്നെ കുമുദ് ശർമ്മ എഴുതുന്ന വിജ്ഞാപൻ ഓർ സ്ത്രീ എന്ന ലേഖനം. അതുപോലെ തന്നെ രാഹി മാസൂം രജ എഴുതിയ മാധ്യം കി തലാഷ് എന്ന് പറയുന്ന ലേഖനം. അവസാനമായി ചക് ദേ ഇന്ത്യ, രാം ശരൺ ജോഷി എഴുതിയ ലേഖനം. ഇങ്ങനെ ഇത്രയും ഭാഗമാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പാഠം എന്ന രീതിയിൽ പഠിക്കുവാനായിട്ട് ഉള്ളത്. അപ്പം അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ പാഠം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാനുള്ള ഒന്നാമത്തെ നിബന്ധം, അല്ലെ എസ്സെ എന്ന് പറയുന്നത് നെഹ്റു കാ രാസ്ത എന്ന പേരുള്ളത്. അപ്പം ഇത് എഴുതിയത് സാഹിത്യകാരന്റെ പേരാണ് മാധവ് ഹാഡ എന്നാണ്. അദ്ദേഹം ഒരു രാജസ്ഥാൻകാരനാണ്. അദ്ദേഹം സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതായത് കവിതകൾ, ആലോചന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരൂപണം, അതുപോലെ തന്നെ ശോധക്കെ ക്ഷേത്രമേ ഭി പ്രശംസനീയ കാര്യവിനയക്കി, അതായത് ഗവേഷണ മേഖലയിൽ സാട്ടോത്രി കവിത എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത്. അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആലോചനയുടെ വിഷയങ്ങൾ സമകാലീന കവിത, മീഡിയ, ഭക്തി സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ നിരവധി നിരൂപണങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിരൂപണത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: आलोचना को सामाजिक कर्म मानकर समाज के आईने में उन्होंने साहित्य की विवेचना की. അപ്പോൾ അതായത് നിരൂപണങ്ങളിലൂടെ തന്റെ സമൂഹത്തോടുള്ള ധർമ്മം നിറവേറ്റുന്നതായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ സാഹിത്യകൃതിയുടെ പേരാണ് പജരംഗ് ചോള പഹൻ രഖി. അപ്പോൾ ഇതുപോലെ ഇദ്ദേഹത്തിന്റെ ഈ നെഹ്റു കാ രാസ്ത എന്ന് പറയുന്ന ഈ നിബന്ധം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നിബന്ധം. അപ്പം ഇതിന്റെ പേരിലേക്ക് വന്നാൽ നെഹ്റു കാ രാസ്ത, നെഹ്റുവിന്റെ വഴിയാണ്. ഇപ്പം നെഹ്റു എന്ന് പറയുന്നത് നമുക്ക് പരിചിതനായ ആളാണ്, ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആധുനിക ഭാരതത്തിന്റെ ശില്പി, അതുപോലെ തന്നെ ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് ഒക്കെ നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പം നെഹ്റുവിനെ പറ്റി നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങൾ താഴ്ന്ന ക്ലാസ്, അതായത് +2 ഒന്നാമത്തെ ഇക്കായിൽ തന്നെ നെഹ്റുവിന്റെ ഭാഷ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നീതി സെ മിൽന അല്ലെങ്കിൽ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അപ്പോൾ അതിൽ നമുക്ക് നെഹ്റുവിന്റെ കാഴ്ചപ്പാട്, ഇന്ത്യയെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ.
അപ്പോൾ അതിൽ നമ്മളറിയാം, അത് നെഹ്റു പറയുന്ന കാര്യങ്ങളുണ്ട്. എന്താണ്, പുരാനെ കോ ഛോഡ് നയി കി തരഫ് ഹം ജാത്തെ ഹെ, ഭവിഷ്യ में हमें विश्राम करना या चैन से नहीं बैठना बल्कि निरंतर प्रयास करना. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞു, ഭാരത് की सेवा का अर्थ है लाखों करोड़ों पीड़ित लोगों की सेवा करना. അതുപോലെ തന്നെ പറയുന്നുണ്ട്, हमारी पीढ़ी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही कि हर एक आंख से आंसू मिट जाए. അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്, നെഹ്റുവിന്റെ കാഴ്ചപ്പാട് എന്താണ്, ഈ ഭാരതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്. അപ്പം അത് തന്നെയാണ് നമ്മൾ ഈ പാഠത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ നെഹ്റുവിന്റെ വീക്ഷണവും ഗാന്ധിജിയുടെ വീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പം നെഹ്റു ഗാന്ധിവാദത്തിൽ അല്ലെങ്കിൽ ഗാന്ധിസത്തിൽ അഹിംസയിൽ അടിയുറച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഗാന്ധിജിയെ നെഹ്റു തന്റെ ഗുരുവായിട്ട് കണക്കാക്കിയിരുന്നു എങ്കിൽ കൂടി ഗാന്ധിജിയുടെ എല്ലാ അഭിപ്രായങ്ങളോടും യോജിപ്പുള്ള വ്യക്തിയായിരുന്നില്ല നെഹ്റു. അപ്പോൾ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റുവിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് ഗാന്ധിജിയുടെ വിശ്വാസങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോയാൽ ഭാരതത്തിന്റെ സമഗ്രമായ വികസനം എളുപ്പത്തിൽ സാധ്യമാകില്ല എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആധുനികമായിട്ടുള്ള ശാസ്ത്ര ടെക്നോളജികളൊക്കെ ഉപയോഗപ്പെടുത്തി അതിവേഗത്തിലുള്ള വികസനം സാധ്യമാകണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം തന്റെ അനുഭവത്തിലൂടെ അദ്ദേഹം തിരിച്ചറിയുന്നു, ഗാന്ധിജിയുടെ സ്വയം പര്യാപ്തമായ ഒരു ഗ്രാമം അല്ലെ വീട്, രാജ്യം എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥമായതും, അഹിംസയുടെ മാർഗം തന്നെയാണ് യഥാർത്ഥമായ എന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ഈ വീക്ഷണവും അദ്ദേഹത്തിന്റെ ആ വീക്ഷണത്തിലുള്ള മാറ്റവും ഇതൊക്കെയാണ് ഈ നിബന്ധത്തില് ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ നിബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവ മാത്രമാണ് ചർച്ച ചെയ്യുക ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സിൽ നമ്മൾ പാഠഭാഗം വായിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പൊതുവിലുള്ള ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ പൊതുവിലുള്ള ആശയം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു നിബന്ധാണ് എന്നുള്ളതാണ്. ഇത് എഴുതിയത് ആരാണ്? നെഹ്റു കാ രാസ്ത മാധവ് ഹാഡ കാ എക്ക് നിബന്ധ. മാധവ് ഹാഡ എഴുതിയ നിബന്ധാണ്, എസ്സേ ആണ് ഇത്. അതുപോലെ തന്നെ ഇസ്മേം ലേഖക് ने राष्ट्र शिल्पी एवं देश के प्रथम प्रधानमंत्री जवाहरलाल नेहरू की नीतियों और मान्यताओं का विवेचन किया है. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രശില്പിയുമായ നെഹ്റുവിനെ കൊണ്ട് കാഴ്ചപ്പാടുകളെ പറ്റിയാണ് ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അപ്പോ जीवन दृष्टि और राजनीतिक विचार में गांधी और जवाहरलाल नेहरू में के तरीकों में विभिन्नता थी. गांधी जी निश्चित सिद्धांत के साथ राजनीति में उतरे थे, तो नेहरू ने राजनीति में उतरने के बाद अपने अनुभव के आधार पर नीति निश्चित की. അപ്പോൾ ഇതാണ് അതിന്റെ വ്യത്യാസം, പ്രധാനമായ വ്യത്യാസം. ഗാന്ധിജിയും നെഹ്റുവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഈ പൊളിറ്റിക്സിലേക്ക് ഗാന്ധിജി ഇറങ്ങുന്നത് മുൻകൂട്ടിയുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന് ചില വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ മുൻകൂട്ടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അതേസമയം നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം ആ മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് തന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വേണ്ടമായ പരിവർത്തനങ്ങൾ ആവശ്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുനിശ്ചിതമായ ഒരു സിദ്ധാന്തത്തിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ അത് വികസനത്തിന് തടസ്സമാകുമെന്നും കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ എല്ലാ കാര്യത്തിലും, അത് സിദ്ധാന്തങ്ങളാണെങ്കിലും നമ്മുടെ മൂല്യബോധമാണെങ്കിലും എല്ലാത്തിനും അതിന്റെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വേണം എന്ന ഒരു കാഴ്ചപ്പാടാണ് നെഹ്റുവിന് ഉണ്ടായിരുന്നത്. इसलिए नेहरू के राजनैतिक विचार समय और परिस्थिति के अनुसार बदलते रहे. അതാണ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നെഹ്റുവിന്റെ രാജനൈതിക് വിചാർ, രാഷ്ട്രീയ ചിന്തകളും അതുപോലെ തന്നെ നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകളും ഒക്കെ അത് പരിസ്ഥിതിക്ക് അനുസാർ ബദൽത്തെ രഹെ, പരിസ്ഥിതി അനുസരിച്ച് സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാണ്. ഉൻകെ മതമേം വിചാർ നിശ്ചിത കർണ ജഡതാക്ക ലക്ഷണ. അപ്പം നെഹ്റുവിന്റെ അഭിപ്രായത്തില്
നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അടിയുറച്ച് നിൽക്കുക, ഒരു മാറ്റത്തിനും തയ്യാറാകാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ജഡതയ്ക്ക് അല്ലെങ്കിൽ മരണത്തിന് തുല്യം തന്നെയാണ്, അല്ലെങ്കിൽ ജീർണതയ്ക്ക് തുല്യമാണ് എന്നാണ് നെഹ്റുവിന്റെ അഭിപ്രായം. അതായത് ഏത് ആശയമാണെങ്കിലും അത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, എൻ്റെ വിശ്വാസമാണ് എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കാലഘട്ടത്തിനനുസൃതമായി അതിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ് നെഹ്റുവിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ അതുപോലെ തന്നെ ഗാന്ധിവാദം, അപ്പോൾ പലതരത്തിലുള്ള ഇസങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഗാന്ധിവാദം, ഗാന്ധിജിയുടെ വാദം, അത് ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങൾ, അതായത് ദർശനങ്ങൾ. അതുപോലെ തന്നെ പൂഞ്ചിവാദം എന്ന് വെച്ചാൽ മുതലാളിത്തം, അതുപോലെ തന്നെ സമാജ്വാദ്, സോഷ്യലിസം, അതുപോലെ തന്നെ സാമ്യവാദ്, കമ്മ്യൂണിസം. അപ്പം ഇങ്ങനെയുള്ള നിരവധി ഇസങ്ങൾ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വേർതിരിവുകളും അനാചാരങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്ത് ഒരു നല്ല മാനവ സമൂഹത്തിന്റെ വളരെ സുന്ദരമായിട്ടുള്ള എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്. അതിന് വിവിധ ആശയങ്ങളാണ്, അതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങളാണിത്. അപ്പോൾ നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു ആശയത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ, അതിൽ തന്നെ ഉറച്ചു നിന്നാൽ അത് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും അത് അനുരൂപമാകണമെന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ലേക്കിൻ വേ കിസി നിശ്ചിത വിചാരധാരയ്ക്ക് ഗുലാം നഹീതെ. അപ്പൊ ഏതെങ്കിലും ഒരു ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഗാന്ധിവാദി, അങ്ങനെ അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ അടിമപ്പെട്ടു പോകുന്നു. അതൊരു അടിമത്തമാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ സ്ഥിരമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു അടിമത്തമാണ് എന്നാണ് നെഹ്റുവിന്റെ കാഴ്ചപ്പാട്. समय समय पर अपने अनुभव के आधार पर देश की उन्नति के लिए जो मार्ग अच्छा लगा उसे उन्हें स्वीकार किया. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഓരോ പരിസ്ഥിതി സമയം അനുസരിച്ച് നമ്മുടെ നാടിന് ഏതാണോ ഗുണകരമായിട്ടുള്ളത് അത് നാം സ്വീകരിക്കണം എന്നുള്ളതാണ്. इसमें विकास के सभी प्रचलित रास्तों से उन्होंने कुछ न कुछ लिया. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ആശയങ്ങളിലെ നല്ല അംശങ്ങൾ അതായത് എല്ലാ ആശയങ്ങളെ, അതായത് മുതലാളിത്തത്തിലെയും അതുപോലെ കമ്മ്യൂണിസത്തിലെയും സോഷ്യലിസത്തിലെയും എല്ലാ നല്ല വശങ്ങളെ അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് പോകണം, അല്ലെ പ്രവർത്തിക്കണം എന്നതാണ് നെഹ്റുവിന്റെ കാഴ്ചപ്പാട്. वे आजीवन इस महादेश की समस्याओं के समाधान के लिए अपनी तरफ से अलग रास्ता खोजते रहे. അതുകൊണ്ട് ഈ മഹത്തായ ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇതിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഈ വിവിധ ആശയങ്ങളിലെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഈ ഒരു പുതിയ ഭാരത സൃഷ്ടിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗാന്ധിവാദ് സെ നെഹ്റുജി അവശ്യ പ്രഭാവിത ഹുയി. നമ്മൾ ഭാഷൺ അതിൽ നീതി സെ മിൽന എന്ന ഭാഷയിൽ തന്നെ പറയുന്നത് നമ്മൾ ഹമാരെ പീഡിക്ക് സബ്സെ മഹാൻ വ്യക്തി ഗാന്ധിജിയുടെ പറ്റി നെഹ്റു പറയുന്നുണ്ട്. അപ്പോൾ നെഹ്റു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ വ്യക്തി എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. അപ്പം ഗാന്ധിജിയുടെ ഗാന്ധിസം എന്ന് പറയുന്നത് നെഹ്റുവിനെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെ തന്റെ ഗുരുവായി കണക്കാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെയധികം ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനം ഗാന്ധിയൻ ദർശനങ്ങൾ നെഹ്റുവിലുണ്ട്. ഗാന്ധിജി സെ ഉൻകാ അനേക വർഷ സമ്പർക്ക രഹ. അപ്പൊ അനേക വർഷങ്ങൾ ഗാന്ധിജിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഗാന്ധിജിനെ ഉന്നെ അപ്പന ഉത്തരാധികാരി മാനാപ്പി. അതുപോലെ തന്നെ ഗാന്ധിജി തന്റെ പിൻഗാമിയായി കണ്ടത് നെഹ്റുവിനെയാണ്. ലേക്കിൻ ദോനോമേ രാജനൈതിക് വിചാരോമേ ബുനിമതി ഫറഖ് ഹെ. അപ്പോ ഇതൊക്കെയാണെങ്കിലും ഇവർ തമ്മിലുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഗാന്ധിജി ഗാവോं की आत्मनिर्भरता के लिए विकेंद्रीकरण को अवश्य मानते थे. അപ്പൊ ഗാന്ധിജി ആത്മനിർഭരത കെ ലിയെ, അപ്പൊ നമ്മളിപ്പോ നരേന്ദ്രമോദിയും എപ്പോഴും പറയുന്ന ആത്മനിർഭർ ഭാരത്, അതായത് സ്വയം എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം പര്യാപ്തി നേടിയെടുക്കണം എല്ലാ കാര്യങ്ങളിലും എന്നുള്ളതാണ് ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. അത് നമ്മുടെ സമൂഹത്തിന് അല്ലെ രാജ്യത്തിന് ആവശ്യമാണെന്ന് അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ
नेहरू के मत में उत्पादक के पुराने तरीकों की ओर लौटने से देश की गरीबी और भी बढ़ेगी. അപ്പോൾ നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ നമ്മളെ പഴയ കാലത്തിലെ കൃഷി രീതികളും അല്ലെങ്കിൽ ആ സംവിധാനങ്ങളും ഒക്കെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ വികസനം വളരെ സാവധാനത്തിലേ നടക്കുകയുള്ളൂ എന്നൊക്കെ കാഴ്ചപ്പാടായിരുന്നു. ഇസ് ദിശാമേ വേ പശ്ചിമ കെ ദേശവും കാ അനുകരൺ കർണാ ചാഹത്തെ. അതുകൊണ്ട് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിൽ എങ്ങനെയാണ് വളരെ വേഗം അവർ വികാസം പ്രാപിച്ചത്, അവര് ആധുനിക ടെക്നോളജികളൊക്കെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കണം എന്നായിരുന്നു നെഹ്റുവിന്റെ കാഴ്ചപ്പാട്. तेज रफ्तार के लिए आधुनिक तकनीक और ऊर्जा के नए स्रोतों के अधिकतम उपयोग को वे जरूरी मानते थे. അപ്പോൾ വളരെ സ്പീഡിലുള്ള വികസനത്തിന് വേണ്ടിയിട്ട് ആധുനികമായിട്ടുള്ള ടെക്നോളജികളും അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്സുകളും ഒക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ വേഗത്തിൽ വികസന പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗരീബി കെ ദുഷ്ചക്ര സെ ബാഹർ നിക്കൽനെ കാ ദൂസറ കോയി ഉപായ് നഹി ഉൻകി ദൃഷ്ടിമേ. അപ്പൊ ഈ ദാരിദ്ര്യം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് വളരെയധികം ദാരിദ്ര്യത്തിൽ ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഈ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനായിട്ട് വളരെ വേഗത്തിലുള്ള വികസനം ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പഴയ ആശയങ്ങൾ ഏതെങ്കിലും ഒരു ആശയത്തിൽ നമ്മൾ കെട്ടപ്പെട്ട് നിന്നാൽ, അതിൽ അടിമപ്പെട്ട് നിന്നാൽ ഈ വികസനം ത്വരിതഗതിയിൽ സാധ്യമാകില്ല എന്നാണ്. അതുകൊണ്ട് എല്ലാ ആശയങ്ങളിൽ നിന്നുമുള്ള നല്ല വശങ്ങളെ ഉൾക്കൊള്ളുവാനും പാശ്ചാത്യ രീതികളിൽ കാണുന്നവയൊക്കെ നല്ല വശങ്ങളെ സ്വീകരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഗാന്ധിജിക്ക് അഹിംസാ സിദ്ധാന്തക്കോ വേ ദേശ് കി സംസ്കൃതിക്ക് അനുകൂൽ മാനത്തെ. അപ്പൊ ഗാന്ധിജിയുടെ അഹിംസാവാദത്തോട് അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല, അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണ് എന്നൊക്കെ അദ്ദേഹം അംഗീകരിച്ചിരുന്നു. രാഷ്ട്രീയ ആസാദി പ്രഥമ മാത്ര ഹേ, सामाजिक आजादी न होगी तो समाज और राज्य का बनाव समाजवादी न होगा तो देश उन्नति नहीं कर सकता. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ആസാദി മാത്രമല്ല, അതായത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മാത്രമല്ല. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം തീർന്നില്ല, നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. ആസാദി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആസാദി ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നമ്മുടെ രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പൊ അതിന് നമ്മൾ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കണം എന്നതാണ് നെഹ്റുവിന്റെ കാഴ്ചപ്പാട്. तीसरे और चौथे दशक में उन्होंने समाजवादी विचारों के प्रचार में विशेष बल दिया. അപ്പോൾ 30-40 അല്ലെ 1930-40 കാലഘട്ടത്തിൽ അദ്ദേഹം സോഷ്യലിസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. लेकिन आजादी के एक दशक के बाद उन्होंने लगा साम्यवादियों के हिस्सा सिद्धांत से गांधी जी का अहिंसा सिद्धांत ही देश की संस्कृति और उन्नति से अधिक अनुकूल है. हिंसा के रास्ते से आज की किसी भी बड़ी समस्या का समाधान संभव नहीं है. അപ്പോൾ നെഹ്റുവിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു, നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഹിംസയുടെ മാർഗത്തിലൂടെ ഒരിക്കലും അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഗലത് സാധനവും സെ സഹി നതീജെ നഹി പ്രാപ്തി കിയേ ജാ സക്തി. അപ്പോ തെറ്റായ മാർഗത്തിലൂടെ നല്ല ഒരു ഫലത്തിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. അത് തന്നെയാണ്, അത് ഗാന്ധിജിയും അത് തന്നെയാണ്. നമ്മുടെ മാർഗവും ശുദ്ധമാകണം, ലക്ഷ്യം മാത്രം പോരാ, മാർഗവും ശുദ്ധമാകണം എന്നതാണ് ഗാന്ധിജിയുടെ അടിയുറച്ച വിശ്വാസം. അത് നെഹ്റുവിനും അത്തരത്തിലുള്ള കാഴ്ചപ്പാട് തന്നെയായിരുന്നു ഉണ്ടായത്. पूंजीवाद के संबंध में नेहरू ने बुनियादी रास्ता में लिखा है कि पूंजीवाद ने जनतंत्र को अपनाकर अपनी अनेक बुराइयों को दूर किया. അപ്പോൾ പൂഞ്ചിവാദ്, മുതലാളിത്തം എന്നതിനെ കുറിച്ച് നെഹ്റു എഴുതിയത് ഇങ്ങനെയാണ്: പൂഞ്ചിവാദിനെ ജനതന്ത്രക്കോ അപനാക്കർ അപ്പനി അനേക ബുരായിയോ കോ ദൂർ കിയ. ഈ മുതലാളിത്ത വ്യവസ്ഥിതി അത് മാറിയിട്ട് അത് ജനാധിപത്യം വന്നു കഴിഞ്ഞപ്പോൾ പല അതിലെ അന്യായങ്ങളും അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളും ഒക്കെ അത് ഈ ജനാധിപത്യം അതിനെ ഇല്ലാതാക്കി. അപ്പോൾ പൂഞ്ചിവാദ് ഓർ സമാജ്വാദ് കി ദൂരി കം ഹോ ഗയി. ഇപ്പോൾ ഈ മുതലാളിത്തവും അതുപോലെ തന്നെ സോഷ്യലിസവും തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ലേക്കിൻ ഉസ്കി താക്കത്തോം പർ ദൃഷ്ടി ന രഖേ തോ ഗരീബ് കോ ഓർ ഗരീബ് തഥാ അമീർ കോ ഓർ അമീർ കർ ദേനെ കി സംഭാവന. അപ്പൊ ഇതിന്റെ ആ ശക്തിയിൽ
നമ്മുടെ ദൃഷ്ടി അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷണം അതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരായ വീണ്ടും പട്ടിണിയാകാനും അതുപോലെ വീണ്ടും മുതലാളിമാരാകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൽ കൂടുതൽ ശ്രദ്ധയൂന്നി വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങളിൽ നമ്മൾ നോക്കിക്കാണണം എന്നാണ് നെഹ്റുവിന്റെ അഭിപ്രായം. नेहरू जी ने जो रास्ता अपनाया वह देश के विकास, उन्नति और अपनी संस्कृति के अनुकूल था. അപ്പോൾ നെഹ്റു മുമ്പോട്ട് വെച്ച കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും അതുപോലെ തന്നെ ഉന്നതിക്കും നമ്മുടെ സംസ്കാരത്തിനും ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ഉസ്മേ സാധാരണ ജനതാക്ക് പ്രാഥമിക ആവശ്യകതാവും കോ ബൽ ദിയാ ഗയ. അദ്ദേഹം ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരന്റെയും ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ആണ് അദ്ദേഹം കൊടുത്തത്. അവരുടെ വികാസമാണ് അദ്ദേഹം ഉന്നമിച്ചത്. ഉന്മേ മുഖ്യ ഹേ ഭൂമി സുധാർ, സഹി ശിക്ഷ ഓർ സ്വാസ്ഥ്യ കി രക്ഷ. അപ്പൊ അദ്ദേഹം ഊന്നൽ കൊടുത്ത കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൽ അത് പ്രധാനമായിട്ടും അദ്ദേഹം ഊന്നൽ കൊടുത്തത് ഭൂമി സുധാർ, ഭൂപരിഷ്കരണം, അതുപോലെ തന്നെ സഹി ശിക്ഷ, വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം, സ്വാസ്ഥ്യ കി രക്ഷ, ആരോഗ്യ മേഖലയിലെ വികാസം. അപ്പൊ ഇങ്ങനെ അടിസ്ഥാനപരമായ മേഖലകളിലൊക്കെയുള്ള വികാസം, അതിലൂടെ മാത്രമേ നമ്മുടെ രാജ്യം ഉന്നതിയിലേക്ക് നയിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ നിബന്ധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഈ നിബന്ധന്റെ പാഠഭാഗം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം.